Thank you very much, Feroz. So, once again, I welcome you all. ഇപ്പോൾ നമ്മുടെ സമ്മർ ക്യാമ്പ് ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് വെരി പ്രിസൈസ്. നമുക്ക് എല്ലാവർക്കും സമ്മർ ക്യാമ്പിനെ കുറിച്ച് അറിയാം. അപ്പോൾ സമ്മർ ക്യാമ്പ് എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് തന്നെ രണ്ട് രീതിയിലാണ്. അതായത് സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്നും മാറിയിട്ടുണ്ട് കുട്ടികൾക്ക് പുതിയതല്ല, എന്നാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല രീതിയിലുള്ള അറിവുകളെ പരിചയപ്പെടാനുള്ള ഒരു അവസരം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗപ്പെടുത്തുന്നത്. ടു മേക്ക് ദം അവെയർ ഓഫ് ദ ഡിഫറെന്റ് branches of knowledge or different art forms. അതുപോലെ തന്നെ make them make them acquainted with different books, branches of knowledge, and also know more people, and to bring them together as a community, to make them interact with others. And also we give them, this is in summer camp is an environment kids in the sambhavikkunnu, they don't have a syllabus here, correct? So they don't have any kind of restrictions, no boundaries. So സ്വതന്ത്രമായിട്ട് വളരെ ഫ്രീ ആയിട്ട് they get a chance to learn. This is something they should know, that learning is not a എന്താണ് ഒരു റെസ്ട്രിക്റ്റഡ് പ്രോസസ് അല്ല. ഒരു വലിയ ഒരു ചുവരുകൾക്കിൽ നിന്നിട്ടോ ഒരു പുസ്തകത്തിന്റെ ഇടയിൽ നിന്നിട്ടോ മാത്രം നേടേണ്ടതല്ല അറിവുകൾ എന്നുള്ള ഒരു ബോധ്യം കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ പരസ്പരം അറിഞ്ഞും പരിചയപ്പെട്ടും അവർക്ക് മുന്നേറാനുള്ള അവസരങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സമ്മർ ക്യാമ്പ് നടത്തുമ്പോൾ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ലോജിസ്റ്റിക് സൈഡിൽ കുറച്ച് ഈസിനെസ് ഉണ്ട്. അപ്പൊ എന്താണ് സമ്മർ ക്യാമ്പ്, എന്തിനാണ് സമ്മർ ക്യാമ്പ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. ബട്ട് വൺസ് അഗൈൻ ഐ വാണ്ട് ടു ടെൽ യു, ദിസ് ഇസ് നോട്ട് എ ഫോർമൽ എഡ്യൂക്കേഷൻ. അപ്പൊ ഇതിന്റെ ടാഞ്ചിബിൾ ആയിട്ടുള്ള എന്താണ് റിട്ടേൺസ് ഒരുപക്ഷെ നമുക്ക് കാണാൻ ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടോ അങ്ങനത്തെ ഒന്നും കാണാനുണ്ടാവില്ല. ബട്ട് യു വിൽ സീ ഫ്രം ദിയർ ഔട്ട്ലുക്ക്. അവരുടെ കുട്ടികളുടെ ഈ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഔട്ട്ലുക്കിൽ ഉണ്ടാകുന്ന മാറ്റം, അത് ഞാൻ ശരിക്ക് നമ്മൾ ഫീഡ്ബാക്കിലൂടെ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പേരൻസിന്റെ ഫീഡ്ബാക്കിലൂടെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞതാണ്. ഓരോരുത്തരും നമ്മളോട് വന്ന് പറഞ്ഞു. നമ്മൾ ഒരുപാട് പ്രോഗ്രാം നടത്തി, പക്ഷെ ഓരോ കുട്ടികളും, ചില ആളുകൾക്ക് കാലിഗ്രഫി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ചില കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മൈക്രോ ഗ്രീൻസ് ആയിരുന്നു, മറ്റ് ചില കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിരുന്നു, വേറെ ചില കുട്ടികൾക്ക് പിന്നെ നമ്മുടെ ഇസ്ലാമിക് സ്റ്റഡീസിലെ ഖുർആൻ റെസിറ്റേഷനെ കുറിച്ചായിരുന്നു, കുറെ ദുആസ് പഠിച്ചു. സോ ദേ ബിക്കം മോർ എന്താണ് മാനേഴ്സ് ഒക്കെ കുറച്ചും കൂടി കുട്ടികൾക്ക്. അപ്പൊ അത്ര അങ്ങനെ ഒരുപാട് ഡെവലപ്മെന്റ്സ് കുട്ടികൾക്ക് ഉണ്ടാകാൻ സഹായിച്ചു. സോ ഹിയർ ഓൾസോ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇസ് ഡൂയിങ് അവർ ബെസ്റ്റ് എഫേർട്ട് ടു ബ്രിങ് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് മാർക്കറ്റ് ടു ദ കിഡ്സ്. അപ്പൊ അതാണ് നമ്മൾ ശ്രമിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഫീ സ്ട്രക്ചറും തന്നെ നമ്മൾ വളരെ മിനിമൽ ഫീ സ്ട്രക്ചറാണ്. ഇപ്പൊ ഇത്രയും 1.5 മാസത്തോളം നമ്മൾ നീണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം നമ്മൾ വെറും $60 ചാർജ് ചെയ്യുന്നു. സോ നന്മ ഇസ് ഡൂയിങ് ദിസ് ടു ബ്രിങ് ദ കമ്മ്യൂണിറ്റി ടുഗദർ, ടു മേക്ക് ദം ബെനിഫിറ്റ് ഫ്രം വാട്ട് എവർ ദ വേ വി ക്യാൻ പ്രൊവൈഡ് ദ നോളജ് ലെവൽ ഓർ ഇൻട്രൊഡ്യൂസിങ് ദം ടു ദ എന്താ പറയാ റിസോഴ്സസ്. ദേ ആർ വെരി മച്ച് എന്താണ് എഡ്യൂക്കേറ്റഡ്, വെരി മച്ച് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ദ സ്പെസിഫിക് സബ്ജക്ട്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്നില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് യു ത്രൂ ദ സ്ലൈഡ്സ്. സോ ഫ്രം ദർ വി ക്യാൻ ടേക്ക് സം ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഫ്രം ദർ, ഇൻഷാല്ലാ. സോ okay, I just give you the overall idea about the objectives. And we were getting a lot of requests from the families, we should have this, okay? And that's the reason we completely dedicated ourselves and put our effort to conduct this again, inshallah. Let's see. So Nanma was responding to the community's request in a very constructive way. So this is what is the highlight of this summer camp. Like we have about 480 plus sessions. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം 10 ബാച്ചസ് ആണ്, 10 ബാച്ചസ് ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര തന്നെയുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷാല്ലാ ഈ പ്രാവശ്യം ഉണ്ട്. 100+ രജിസ്റ്റേർഡ് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഒരു 40+ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട്. 30+ ഡേയ്സ് നമ്മൾ ആക്ച്വൽ ക്ലാസ് നടക്കുന്നുണ്ട്. നമ്മുടെ ക്യാമ്പ് ഏതാണ്ട് 45 ഡേയ്സിന്റെ അടുത്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിലും 30+ ഡേയ്സ് നമുക്ക് ക്ലാസ്സുകളുണ്ട്. അൽഹംദുലില്ലാ. ഒരു 8+ കാറ്റഗറീസിലാണ് നമ്മുടെ
ക്യാമ്പിനെ മൊത്തത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം 2 ക്ലാസ് ആയിട്ടാണ്, 2 സെഷൻസ് എ ഡേ ആൻഡ് 25+ themes. പിന്നെ നമ്മൾ ഏതാണ്ട് 4 ടൈം സോണിലുള്ള കുട്ടികളെ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. 2 രാജ്യങ്ങളെ, കനഡയിലെയും പിന്നെ അമേരിക്കയിലെയും ആളുകളെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. So in between a question, Firoz, the way I'm moving is okay, no? You want me to stick on one language, or this is okay? Shihab, anybody can answer. For me it's fine. Like parents are പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. Okay. ഞാൻ ഒരു ലാംഗ്വേജിൽ സ്റ്റിക്ക് ചെയ്യണോ, ഇല്ലെങ്കിൽ this is okay, no? If anybody wants me to keep in English, or this is okay? I hope this is okay. Mohammed bhai, ഒരു സെമി ഫോർമൽ ആയിട്ട് just do it normal, right? ഒരുപാട് ഫോർമൽ ആക്കണ്ട. ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു. അപ്പം ഓക്കെ, നമ്മുടെ ഈ ക്യാമ്പിന്റെ ഒരു മേജർ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വാല്യൂസ് ആൻഡ് കൾച്ചേഴ്സ്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് അമേരിക്കൻ വാല്യൂസും നമ്മൾ ഇവിടുത്തെ പിന്നെ സ്കൂൾ എൻവയോൺമെന്റിൽ കിട്ടുന്ന വാല്യൂസും കാര്യങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ചില വാല്യൂസും കൂടി അവർക്ക് ഇതിൽ കൂടെ കൊടുക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതാണ് നമ്മുടെ ഇതിൽ ഒരു മേജർ പോയിന്റ്. നമ്മുടെ ഒരു കൾച്ചറൽ സൈഡും വാല്യൂസും കൂടി ഇതിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ സയൻസ് ആൻഡ് ടെക് ആൻഡ് ദി ബിസിനസ് സൈഡും ഇതും കൂടി നമ്മൾ ഇതിൽ അതായത് കുട്ടികൾക്ക് ദേ ഷുഡ് നോ അബൌട്ട് സയൻസ്. എനിവേ നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാം, പക്ഷെ നമ്മൾ സയൻസിനെയും ടെക്നോളജിയെ അവർ പുറത്തുനിന്ന് സിലബസിന്റെ പുറത്തുനിന്ന് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി നമ്മൾ ഇതിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ്, അതും നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ആണ്. അപ്പൊ അത് നമ്മളുടെ ഒരു അറബിക് കാലിഗ്രഫി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന, നമുക്കറിയാലോ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഇൻ ഡീറ്റെയിൽസ്. സോ നമ്മുടെ ഒരു സൈഡ്, ഒരു മലയാളി ടച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മളൊരു കൾച്ചറൽ സൈഡ്, അതേസമയം ഒരു ഗ്ലോബൽ വിഷനോട് കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. മലയാളീകരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അതിൽ കംപ്ലീറ്റ് ആയിട്ടില്ല, ബട്ട് ഇറ്റ്സ് ഓക്കെ. ലൈഫ് സ്കിൽസ് ആൻഡ് വാല്യൂസ്, പിന്നെ നാച്ചുറും എൻവയോൺമെന്റും, അത് നമ്മളെപ്പോഴും നമ്മൾ ബുധനാഴ്ചത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻവയോൺമെന്റിന് കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ, നാച്ചുറായിട്ട് കുട്ടികളായിട്ട് കണക്ട് ചെയ്യാൻ. അതായത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു, അത് എത്രത്തോളം ഫലപ്രദമായി എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാന നിരീക്ഷണവും പിന്നെ പൂമ്പാറ്റകളെ കുറിച്ചൊക്കെ ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു. അത് പക്ഷേ അതിന്റെ ക്ലാസ് സംഘടിപ്പിച്ചപ്പോൾ നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു, അത് കംപ്ലീറ്റ്ലി മലയാളത്തിലുള്ള എക്സ്പേർട്സിനെ കിട്ടി. ഈ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള 1-2 ഇവിടെയുള്ള ഒരു ബേർഡ് സാങ്ച്വറിയിൽ ഞാൻ പോയിരുന്നു, അവരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ സഹകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരുടെ ടൈം ഇതുവരെ കിട്ടിയിട്ടില്ല. സോ വി ആർ ട്രൈങ് ടു ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് റിസോഴ്സസ് ടു ഗിവ് ദം എന്താണ് ഒരു കുറച്ചും കൂടി ലൈവായിട്ട് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ ഒരു സൈഡ് ഞാൻ പറഞ്ഞത്. സോ വി വാണ്ട് ടു ഗിവ് ദം ദ ഓപ്പർച്യൂണിറ്റീസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആകാശത്തെ കാണുമ്പോൾ ആകാശത്തെ ആസ്വദിക്കാൻ കഴിയണം, മേഘങ്ങളെ ആസ്വദിക്കാൻ കഴിയണം, നക്ഷത്രങ്ങളെ ആസ്വദിക്കാൻ കഴിയണം. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇസ്ലാമികപരമായിട്ട് തന്നെ ഓരോ സൃഷ്ടിപ്പിനെ കാണുമ്പോഴും അതിനെ ആസ്വദിച്ചിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിലൂടെയാണ് നമ്മൾ അല്ലാഹുവിനെ ഓരോ സംഗതിക്കും ശുക്രിയ എന്ന് പറഞ്ഞ മാതിരി ഓരോ സംഗതിയെയും അതിന്റെ എല്ലാ പിന്നെ അത്ഭുതാദരവുകളോടും കൂടി അതിനെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കുട്ടികളെ നമുക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളതും കൂടി അതിനുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമുക്കറിയാം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ടു ഇൻജെക്ട് എനിത്തിങ്, ബട്ട് വി ഇൻട്രൊഡ്യൂസ് ദം ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ് ആൻഡ് പേഴ്സണാലിറ്റി ട്രൈറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളും പിന്നെ ആ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം, ഹൗ വി ആർ ഗോയിങ് ടു ഹാൻഡിൽ ഇറ്റ് ആൻഡ് കൾട്ടിവേറ്റിംഗ് ഹോബീസ്. അതാണ് നമ്മൾ മൈക്രോഗ്രീൻസിലൂടെയും ക്രാഫ്റ്റിലൂടെയും കാലിഗ്രഫിയിലൂടെയും ഒക്കെ നമ്മൾ പിന്നെ ശ്രമിക്കുന്നത്. പിന്നെ അതിന്റെ ഒരു സെഗ്മെന്റ് ആണ് നമ്മൾ ഇതിൽ നിങ്ങൾ കണ്ടിരിക്കുന്നത്, ഹൗ വി ഡിവൈഡ് വാല്യൂസ് ആൻഡ് കൾച്ചർ. ദാറ്റ് ഇസ് മെയിൻലി ദ ഇസ്ലാമിക് സൈഡ് ആൻഡ് നമ്മളുടെ വാല്യൂസും കാര്യങ്ങളും, പിന്നെ മറ്റ് എല്ലാ സാധനങ്ങളും കൂടി ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ നമ്മൾ ഇങ്ങനെ ഇത്രയും പിന്നെ പ്രൊപ്പോർഷനേറ്റ്ലി ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഒരു സൈഡിൽ നിന്ന് ലൈഫ് സ്കിൽ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതിൽ നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ്, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്, ഡിസിഷൻ മേക്കിംഗ്, സെൽഫ് അവയർനെസ്, ഡിബേറ്റ്സ്, ആർട്ട് ഓഫ് സ്പീക്കിംഗ്, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിലൊക്കെ എന്താ വെച്ചാൽ എനിക്ക് നിങ്ങളോട് പേരൻസ് ആയിട്ടുള്ള എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, വി ആർ നോട്ട് ടീച്ചിങ് ദിസ്, വി ആർ മേക്കിംഗ് ദം അവെയർ ഓഫ് ദിസ്. നമ്മൾ ഇത് കുട്ടികളെ പരിചയപ്പെടുത്താണ് ഇങ്ങനെ കുറെ കാര്യം. അവരിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് അവർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു നർച്ചർ ഇറ്റ്. എന്നിട്ട് അതിനെ പരിപോഷിപ്പിച്ച് യു ഹാവ് ടു ബ്രിങ് ഇറ്റ് ടു മോർ. അതാണ് നമുക്ക് പിന്നെ ഈ കോഴ്സ് കഴിഞ്ഞ സമ്മർ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷം പലരും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് റിസോഴ്സസിനെ ചോദിച്ചിരുന്നു. ഞാൻ ഒരുപാട് ആൾക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇഫ് യു വാണ്ട് ടു പെർസ്യൂ മോർ, കുട്ടിക്ക് ഒരു ചിലപ്പോൾ ഒരു മാസത്തെ ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ അതിന് റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ആർക്കെങ്കിലും കൊടുപ്പിച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ചാറ്റ് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് ഞാൻ കണ്ടു ഞാൻ ആൻസർ ചെയ്യാം. എല്ലാ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും നിങ്ങൾ ചാറ്റിൽ ഇട്ടോളൂ. ചാറ്റ് ഐ വിൽ ബി ആൻസറിങ് എൻഡ് ഓഫ് ദ സെഷൻ ഇൻഷാല്ലാ. ഞാൻ ഐ വിൽ മേക്ക് ഇറ്റ് ഫാസ്റ്റ്. ഓക്കെ, സോറി. അപ്പൊ നമ്മുടെ ടീം ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 4 to 6 years, പിന്നെ 7 to 9 years, 10 to 12 years, 13+ years. അപ്പൊ ഇതിൽ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരേ സാധനം തന്നെ വ്യത്യസ്ത ഗ്രേഡിലുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് അതിന്റെ അഡ്വാൻസ് ലെവൽ നിങ്ങൾക്ക് ഇതിൽ ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചിലർക്ക് നമ്മൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞു പോവുകയുള്ളൂ. ചെറിയ കുട്ടികളാകുമ്പോൾ ഏജ് ഗ്രൂപ്പ് അവരുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് വി ആർ കീപ്പിംഗ് ദ കണ്ടന്റ്സ് മോർ ആൻഡ് മോർ. അങ്ങനെയാണ് ഇതിനെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഷാല്ലാ. ഇതാണ് നമ്മുടെ ഷെഡ്യൂൾ. അതായത് നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. വെനസ്ഡേ ബ്രേക്ക് ആണ്. ബ്രേക്ക് ഇൻ ദ സെൻസ് നമ്മുടെ റെഗുലർ സെഷൻസ് മൺഡേ, ട്യൂസ്ഡേയിലും തേഴ്സ്ഡേ, ഫ്രൈഡേയിലും ആണ്. വെനസ്ഡേസ് നമ്മൾ എന്താ ചെയ്യുന്നത് ജനറിക് സെഷൻ ആണ്. അതായത് നമ്മുടെ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികളെ ഒഴിവാക്കി, ഇല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാം കൂടി നമ്മൾ വെനസ്ഡേസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അല്ലാത്ത പിന്നെ സെഷൻസ് ഉള്ള കുട്ടികൾക്ക് വെനസ്ഡേ നമ്മൾ ജനറൽ ആയിട്ടുള്ള കമ്പൈൻഡ് ക്ലാസ്സസ് ആണ് കൊടുക്കുന്നത്. അത് നമ്മൾ കുറെ സാധനങ്ങൾ സജഷൻസ് വന്നിട്ടുണ്ട്. ഐ ആം ഓപ്പൺ ടു ദ സജഷൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്കിപ്പോൾ ഒരു 4 പേര് ഇവിടുന്ന് നമ്മുടെ ലോക്കൽ US എന്നുള്ള കോഡിങ്ങിനെ കുറിച്ചുള്ള ഒരു സെഷൻ ചെയ്യാനോ നമുക്ക് ആൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും ഹോട്ട് സബ്ജക്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജീനെ കുട്ടികൾക്ക് ജസ്റ്റ് ടു ഇൻട്രൊഡ്യൂസ് ദം, അത് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പോൾ വെനസ്ഡേ ക്ലാസ്സസ് ആർ ഫോർ ദ ജനറൽ സെഷൻസ്. ഇതാണ് ടിപ്സ് ഫോർ പേരൻസ്. നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഓടിച്ചു പോകാം. ബേസിക്കലി നിങ്ങൾക്കൊക്കെ അറിയാം, ബേസിക് ആയിട്ട് നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഉള്ളത്. അത് പിന്നെ അവരെ ഒരുക്കേണ്ടത് എങ്ങനെയാണ്, ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. എനിവേ ഐ വിൽ ബി ഷെയറിംഗ് ദിസ് ടു ഓൾ ദ പേരൻസ് സോ യു ക്യാൻ ഗോ ത്രൂ അഗൈൻ വൺ മോർ ടൈം. ഇതാണ് നമ്മുടെ റിസോഴ്സസിന്റെ ഡീറ്റെയിൽസ്. നമുക്ക് വേണമെങ്കിലും നമ്മളിപ്പോൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ബാച്ചസ് ആയി തിരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പറയുന്നതാണ്. എല്ലാവരും വളരെ റെപ്യൂട്ടഡ് ആണ് അവരുടെ ഓരോരുത്തരുടെയും ഫീൽഡിൽ. നാട്ടിൽ നന്നായിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആളുകളും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയൊക്കെയുള്ള ആളുകളെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിരിക്കുന്നത്. ടു മോട്ടിവേറ്റ് ദ കിഡ്സ് ടു ഡു മോർ ആൻഡ് മോർ. ഇത് നമ്മുടെ സിമ്പിൾ സയൻസ് എക്സ്പീരിയൻസിന്റെ റിസോഴ്സസ് ആണ്. ഈ പ്രാവശ്യം നമ്മൾ we go for the best available resources. നമ്മൾ അക്രോസ് ദ കമ്മ്യൂണിറ്റി നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ റിസോഴ്സസിനെ അറേഞ്ച് ചെയ്തത്. ഇത് പേരൻസ് കുട്ടികൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ കുട്ടികളുടെ ഒരു പ്രൊഫൈൽ വീഡിയോ നിങ്ങളിതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തായിരിക്കും. പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻസ് ദർ സ്പെസിഫിക്കലി. എങ്ങനെയാണെന്നുള്ള എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ നമ്മുടെ ആൾക്കാരുണ്ട്, അവർ വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട്, അവർ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ കുട്ടികളുടെ ഒരു പ്രൊഫൈൽ വീഡിയോ. കാരണം ഈ ക്യാമ്പ് കഴിയുമ്പോഴേക്കും കുട്ടിക്ക് അവരുടേതായ ഒരു ബുക്ക്, നിങ്ങൾ എന്തായാലും അത് ഒരു ഡിജിറ്റലോ അല്ലെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ള പുസ്തകം തന്നെ കുട്ടിക്ക് എന്തായാലും ഒരു ഡയറി ഉണ്ടാകണം. അവരുടെ അനുഭവങ്ങൾ, ദിവസത്തെ അനുഭവങ്ങൾ എഴുതി വെപ്പിക്കണം. പിന്നെ ഓരോ ദിവസവും അവർ പിന്നെ നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് യു മേ ബി ഫൈൻഡിങ് ഔട്ട്. ഇത് ഒരർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ കണ്ടെത്തുകയാണ്. കാരണം അവരുടെ അഭിരുചികൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്, അവരുടെ ഇൻട്രസ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്ലാമിക് സൈഡിൽ പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ഖുർആൻ ഓതാൻ അറിയാവോ, ഇല്ലെങ്കിൽ അത്യാവശ്യം വേണ്ട ദിക്റുകൾ അറിയാവോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ കോഴ്സ് കഴിയുമ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഇഫ് യു വാണ്ട് ടു പെർസ്യൂ മോർ, വി ആർ ഓൾവേസ് ദർ ടു സപ്പോർട്ട് യു. റിസോഴ്സസിനെ കണ്ടെത്താനോ അവർക്ക് ക്ലാസ് ചെയ്ത് കൊടുക്കാനോ എങ്ങനെയാണോ as a community we stand together to make our kids the best of the best. Inshallah, that's what is our aim. അപ്പോൾ പേരൻസിന്റെ ഒരു സർവേ വേവർ ഫോം ഉണ്ട്, സപ്ലൈ ലിസ്റ്റ് നിങ്ങൾ റെഡിയാക്കി വെക്കണം ഇൻഷാല്ല. പിന്നെ ഇതിന്റെ ഫീസ് നമ്മൾ പറഞ്ഞതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വളരെ ഇതിനേക്കാൾ എത്രയോ കൂടിയ ഫീസാണ്. ഇവിടെയുള്ള പിന്നെ ഏത് സമ്മർ ക്യാമ്പോ ഇല്ലെങ്കിൽ ഏത് പ്രോഗ്രാമിന് വെച്ച് നോക്കാം നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. ഈ $60 ഇത്രയും ദിവസം ക്ലാസ് നടത്തുക, എങ്ങനെ നടത്തുക, റിസോഴ്സസിന്റെ
അപ്പൊ കുറെയൊക്കെ നന്മ നമ്മുടെ ഒരുപാട് നമുക്ക് സപ്പോർട്ട് ചെയ്ത കുറെ നമ്മൾ പല രീതിയിലും സപ്പോർട്ട് ചെയ്ത ആളുകൾ ഇപ്പൊ ഇവിടെയുള്ള നമ്മുടെ നന്മ മെമ്പേഴ്സ് പല ഇൻസ്റ്റിറ്റ്യൂട്ടിനും പല പിന്നെ ഓർഗനൈസേഷൻസിനും ക്ലാസ് എടുത്തു കൊടുക്കുകയും അവരുടെ പിന്നെ ടെക്നിക്കൽ കാര്യങ്ങളിലും അവരുടെ പിന്നെ പ്രൊജക്ട് ചെയ്യുന്ന അത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെല്ലാം ഭാഗമാക്കാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെല്ലാം നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ട് വി നീഡ് സപ്പോർട്ട് ബാക്ക്. അപ്പൊ അവരുടെ ഏതെങ്കിലും റിസോഴ്സസിനെയൊക്കെ നമ്മൾ തിരിച്ച് ചോദിക്കുകയും കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഇൻഷാല്ലാ നമ്മൾ ഈ ഇത്തരം ചെറിയൊരു പൈസക്ക് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദ ഇന്റൻഷൻ വാസ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സത്യത്തിൽ പിന്നെ 300ഓളം ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ട് 100 ആളുകളെ നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ദാറ്റ് വാസ് റിയലി നമുക്ക് ഭയങ്കര പ്രയാസം, മാനസികമായിട്ട് പ്രയാസം ഉണ്ടായിരുന്നത്. അത് സംഭവിച്ചത് ഇപ്പോൾ നമ്മുടെ ഫീസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത്. അപ്പോൾ ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പിന്നെ നമ്മുടെ ക്യാമ്പിന്റെ ഫിറോസ് ആയിക്കോട്ടെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫീസോ ഇല്ലെങ്കിൽ അത് നമുക്ക് അറിയില്ല. നമ്മൾ ഒരു പക്ഷേ നമ്മളെല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ്, നമ്മളെല്ലാം വളരെ നല്ല നിലയിലുള്ള ആളുകളാണെന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് സാമ്പത്തികമായിട്ട് ഒരു 3 കുട്ടികൾ 4 കുട്ടികൾക്കുള്ള ആളുകൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നുണ്ടാകാം ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ വി മെയ്ഡ് ഇറ്റ് ദ മിനിമം ഓക്കെ, $1 per hour അങ്ങാണ്ടാണ് ഇത് വരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ചിട്ട്. അപ്പോൾ എനിവേ മെസ്സേജ് ഓക്കെ ഐ ആം ഗോയിങ് ദർ. ഓക്കെ, അപ്പോൾ പേബിൾ ടു നന്മ ഇതെങ്ങനെയാണ് പേ ചെയ്യേണ്ടതെന്ന് അതിൽ പറയുന്നുണ്ട് ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ, അതാണ് ആ പോയിന്റിലേക്കൊക്കെയാണ് ഞാൻ വരുന്നത്. അപ്പൊ ഇനിയിപ്പോ ഞാൻ ഇതിൽ മുഹമ്മദ് ഭായി പറഞ്ഞില്ലേ ഒരു പോയിന്റും കൂടെ. ഇപ്പൊ നമ്മുടെ ഇടയിൽ ആരെങ്കിലും ഉണ്ട്, if they cannot join this program just because of the money or they cannot do it, കുട്ടിക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ we can always support that, right? ഞാൻ അതിന്റെ മറ്റൊരു സൈഡ് കൊണ്ട് പറയുന്നത് വെച്ചാല് നമ്മള് ഈ പ്രോഗ്രാം നടത്താൻ സത്യത്തില് ഈ പൈസ മതിയാവില്ല. അതെല്ലാവർക്കും ഒബ്വിയസ്ലി $60 is not enough. പക്ഷെ നമ്മൾ അതൊരു ബേസ് പ്രൈസ് ആയിട്ട് വെച്ചെന്ന് വെച്ചാൽ nobody should feel like asking a discount or something, so we keep it as the bare minimum. If somebody feeling, always എന്നോട് പോലും പറയണമെന്നില്ല, you can contact Firoz Mustafa, our president. Immediately he will without എന്താണ് നമ്മളെ ഇതൊന്നും പിന്നെ ആകെ അറിയുന്ന 1-2 ആളുകൾ മാത്രമാണ് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ഡാറ്റ എത്രയും ഇതായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഇറ്റ് വിൽ നോട്ട് ബി ഡിസ്ക്ലോസ്ഡ്. ഇഫ് എനിബഡി വാണ്ട്സ് ടു ആസ്ക് എ ഡിസ്കൗണ്ട് ഓർ സംതിങ്, ഓൾവേസ് വെൽക്കം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ലെറ്റ് മീ ഗോ ത്രൂ ദ ചാറ്റ് ആൻഡ് ആൻസർ വാട്ട് എവർ ദ. Okay, this is my first time learning about the summer camp. Can you please clarify if this is completely online or are there opportunities for in-person interaction as well? ഇത് ഇന്നലെ ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ആൻസർ. ഈ പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് ഓൺലൈനാണ്. കാരണം ഓൾ അക്രോസ് അമേരിക്കയാണ് ഇപ്പോൾ പ്രോഗ്രാം നടക്കുന്നത്. കനഡയിലും അമേരിക്കയിലുള്ള എല്ലാ കുട്ടികളാണ് ഇതിൽ പങ്കെടുക്കുക. അപ്പോൾ ഒരിക്കലും നമുക്ക് പിന്നെ ഇൻ പേഴ്സൺ ഇത് ഒന്നിച്ച് എല്ലാ കുട്ടികളെയും കൂടി നടത്താൻ പറ്റില്ല. പക്ഷെ ഇന്നലെ പോലും ഞാൻ വിചാരിച്ചിരുന്നു നമ്മൾ ഒരു സ്റ്റേറ്റ് വൈസ് ഇപ്പോൾ ന്യൂജേഴ്സിയിലുള്ള കുട്ടികളെല്ലാം കൂടി ഒരിടത്ത് കൂടാനോ കാലിഫോർണിയയിലുള്ള കുട്ടികളെല്ലാം ഒരിടത്ത് കൂടാനൊക്കെ അങ്ങനത്തെ ഒരു ഇൻ പേഴ്സൺ സംഭവം നമുക്ക് നടത്താൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഇതിന്റെ ഒരു പിന്നെന്താണ് ഒരു ഫൈനൽ ഡേയിലോ മറ്റോ നടത്താൻ പറ്റുമെങ്കിൽ വി ക്യാൻ തിങ്ക് അബൌട്ട്. നിങ്ങളാണ് സജഷൻ പറയേണ്ടത്. ഇൻഷാല്ലാ whatever we can possible. But moving forward, this is my plan. ഇൻഷാല്ലാ നമ്മള് നമ്മുടെ നെക്സ്റ്റ് ഇയർ സമ്മർ ക്യാമ്പ്, ഇഫ് എവറിത്തിങ് ഈസ് ഇൻ ഫേവർ ഓഫ് us, നമ്മൾ എന്താക്കണം, നമ്മൾ ഓരോ സ്റ്റേറ്റ് ഹോസ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് റിസോഴ്സസിനെയൊക്കെ ഓൺലൈനിലും ഓഫ്ലൈനും. ഞാൻ ഒരു കാര്യം ഇതായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നല്ല സൂപ്പർ റിസോഴ്സസ് ഉണ്ട്, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പിന്നെ ടീച്ചേഴ്സ് തന്നെ ഉണ്ട്. പലരും വീട്ടമ്മമാരായിട്ട് കഴിയുന്ന ആളുകളുണ്ട്. അവർക്ക് നന്നായിട്ട് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അവർ പലരും വില്ലിങ് ആണ്. അവർക്കൊക്കെ ഉള്ള അവസരങ്ങളും നമ്മൾ ഇതിലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇനി നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഒരു നല്ല ക്ലാസ്സോ ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും സ്കിൽ ഉണ്ടായാൽ മതി. ഇപ്പൊ ടീച്ചിങ് എക്സ്പീരിയൻസ് അവർക്കില്ലെങ്കിൽ വി ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് സം എന്താണ് ട്രെയിനേഴ്സ് ഓർ മാസ്റ്റർ ട്രെയിനേഴ്സ്. അവരെ കൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഹൗ ടു മേക്ക് എ ഗുഡ് ക്ലാസ് എന്നോ അതിന്റെ പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടാക്കണമെന്നോ. വി ആർ റെഡി ടു ഡു സെഷൻസ് ഫോർ പേരൻസ് who wanted to contribute to the kids. നമ്മുടെ ഈ പിന്നെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വില്ലിംഗ് ആയിട്ടുള്ള പേരൻസിന് ഒരു ടീച്ചിങ്ങിൽ എന്തെങ്കിലും പിന്നെ എക്സ്പീരിയൻസിന്റെ കുറവുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കാൻ നമ്മൾ റെഡിയാണ്.
എൻ്റെ കുറേ ഫ്രണ്ട്സ് MA ടീച്ചേഴ്സ് ഉണ്ട്, അവരൊക്കെ വിളിച്ചിട്ട് നമുക്ക് ക്ലാസ് ഉറപ്പിക്കാം ഇൻഷാല്ലാ. The next question is $6 is base. They can add more as donation. It's most welcome. നിങ്ങൾ ഇപ്പൊ എന്താ തരുന്ന വെച്ചാൽ ഇതിൽ പല ക്ലാസ് എടുക്കുന്ന ആളുകളും ഫ്രീ ആയിട്ടാണ് ക്ലാസ് എടുക്കാൻ നമ്മൾ അവരെ പുഷ് ചെയ്യാണ്. അപ്പോൾ ഇഫ് വി ഹാവ് മോർ മണി ഡെഫിനറ്റ്ലി വി ക്യാൻ ബ്രിങ് എന്താണ് പെയ്ഡ് റിസോഴ്സസിനെ കൂടി കൊണ്ടുവരാം, കുറച്ചും കൂടി നല്ല എന്തെങ്കിലും കൊണ്ടുവരാം, അവർക്കൊക്കെ എന്തെങ്കിലും പേ ചെയ്യാം. പിന്നെ വി ക്യാൻ ഓൾവേസ് മേക്ക് ഇറ്റ് മച്ച് ബെറ്റർ. ദിസ് ഡെക്ക് ക്യാൻ ബി ഷെയർഡ്. ഷുവർ, ഞാൻ ഇത് ഷെയർ ചെയ്യുന്ന. പിന്നെ ഓക്കെ, ഷിയാബ് ആൻസർ ചെയ്തിട്ടുണ്ടത്. സോറി മിസ് ദ ഇനീഷ്യൽ പാർട്ട് ഓഫ് പ്രസന്റേഷൻ, വിൽ ദർ ബി റെക്കോർഡിംഗ് ഷെയർ ആസ് വെൽ? ഞാൻ സ്റ്റാർട്ട് ചെയ്ത മുതൽ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ എനിക്ക് ടെക്നിക്കലി അറിയില്ല, പറ്റുന്നതാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ് ടൈം ഫോർ PST അത് നമ്മളിപ്പോ അതെ ക്ലാസ് ടൈം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ അഡ്രസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ടൈം ആക്ച്വലി ഡിപെൻഡ് ചെയ്യുന്നത് ആ ഓരോ ബാച്ചിലും മോസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഏത് ബാച്ചിൽ ഏത് ടൈം സോണിലാണ് വെച്ചിട്ടാണ്. ആ ടൈം സോണിലേക്ക് നമ്മൾ ക്ലാസ് ടൈം അഡ്ജസ്റ്റ് ചെയ്യും. ഇൻ കേസ് ആർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അപ്പം മാനേജ് ചെയ്യാൻ പറ്റും, വേറെ ബാച്ചിലേക്ക് മാറ്റിയിട്ടോ അങ്ങനെ. ഇത് നടത്തുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻകൺവീനിയൻസോ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഷിയാബിനെ ബന്ധപ്പെടാൻ പറ്റുന്നവർക്ക് ഷിയാബിനെ ബന്ധപ്പെടാം, എന്നോട് സംസാരിക്കാം. അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോ ബാച്ചിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിൽ ഒരു വളണ്ടിയർ നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. നമുക്ക് വളണ്ടിയറിങ്ങിന് ഒരുപാട് ആൾക്കാർ അൽഹംദുലില്ലാ ഈ പ്രാവശ്യം കുറെ ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് നടത്തുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും റെഡി ആക്കിയിട്ടും നടത്തുക. റിസോഴ്സസ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ക്ലാസ് എടുക്കുന്നതും ലോജിസ്റ്റിക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യണം. ക്ലാസിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ദാറ്റ്സ് വി ഹാവ് ഓൾറെഡി വെൻഡേഴ്സ്, ഡിഫറെന്റ് വെൻഡേഴ്സ് വി ഹാവ് ഓൾറെഡി hired. പിന്നെ we have the students from 4 different. Okay, will there be specific day or specific topic? Okay, definitely നമ്മൾ പിന്നെ ഒരു 2-3 ദിവസം കൊണ്ട് നമ്മുടെ പേയ്മെന്റ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മളൊരു പിന്നെ ടൈം ടേബിൾ ഒരു ഷെഡ്യൂൾ എന്തായാലും തരും. അപ്പോൾ യു വിൽ ബി നോയിങ് വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പൊ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലാണെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കണ്ടേ. അവർക്ക് പെൻസിൽ വേണ്ടി വരും, ക്രയോൺസ് വേണ്ടി വരും, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പൊ അത് വി വിൽ ബി ലെറ്റിംഗ് യു നോ ഇൻ അഡ്വാൻസ്. അപ്പൊ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അതിന്റെ ഒരു കമന്റ് കൂടി നമുക്ക് ആൾക്കാർക്ക് കേൾക്കണം. നമ്മൾ വിചാരിക്കുന്ന പേരൻസിന്റെ ഓരോ ബാച്ചിലുള്ള പേരൻസിന് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വി വിൽ ബി ഓൾവേസ് അഡ്വൈസിങ്. സി ദ ക്ലാസ് ഷെഡ്യൂൾ അവിടെ ഉണ്ടാവും. പിന്നെ ഈ റിസോഴ്സസിനെ നമ്മൾ ആ സമയത്ത് അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസോഴ്സിന് എന്ത് പറയാം, ടീച്ചർക്ക് ഇന്ന സാധനങ്ങളാണ് വേണ്ടത്. പിന്നെ അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് പെൻസിൽ കിട്ടാനില്ല, അപ്പോൾ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാവോ, ഇല്ലെങ്കിൽ അങ്ങനത്തെ യു ക്യാൻ ആസ്ക് ദാറ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ദ റിസോഴ്സസ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. Do you have any sessions planned to introduce the kids to and interact with the basic Malayalam? If not, is this something you can consider? Definitely. അത് ഉറപ്പായിട്ടും കുഴപ്പമില്ല. അത് നമുക്ക് വെനസ്ഡേസിൽ നമുക്ക് എന്തുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ച് സെഷൻസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ വെനസ്ഡേസിലെ സെഷൻസിൽ ഇൻഷാല്ലാ മധുരം മലയാളം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ചെയ്യുന്ന എൻ്റെ കുറച്ച് നല്ല റിസോഴ്സസ് എനിക്ക് അറിയുന്നവരുണ്ട്. യു വിൽ ഇൻവൈറ്റ് ദം. They will make your kid love Malayalam. At least they are excellent English speakers and they will be able to contribute. They'll be able to introduce Malayalam in a beautiful way to the kids. മലയാളത്തിലെ ലിറ്ററേച്ചർ ആയിക്കോട്ടെ, മലയാളത്തിലെ ഭാഷാ ശൈലികളിലുള്ളത് they will be able to. ഞാൻ അങ്ങനത്തെ ഒരുപാട് ക്ലാസ് കേട്ടിട്ടുണ്ട്. That is going to happen. Inshallah, we will introduce. That's a very good suggestion. I really appreciate that. പിന്നെ നമുക്ക് രജിസ്ട്രേഷൻ ഫോമിന്റെ കൂടെ കുറച്ച് സജഷൻസും ഫീഡ്ബാക്സ് ആൾക്കാർ ഷെയർ ചെയ്തിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് ഗ്രൂപ്പിൽ മെസ്സേജ്. നിങ്ങളൊന്ന് റീഡ് ഔട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നിങ്ങൾ വന്നത്, ഇതാണോ നിങ്ങൾ അയച്ചത്? അതെ. ഓക്കെ. ഇനി നമ്മുടെ ഇതിൽ വന്നത് ഡോണ്ട് യൂസ് ദ ഫോൺ നമ്പർ ഓർ ഇമെയിൽ അഡ്രസ് ഫോർ മാർക്കറ്റിംഗ് പർപ്പസ്. നമ്മൾ ഈ പ്രാവശ്യം നമ്മളുടെ കുട്ടികളുടെ ഇമെയിലോ പിന്നെ നിങ്ങളുടെ ഇമെയിലോ ഒന്നും ആർക്കും കൊടുത്തില്ല. നമ്മുടെ ആകെ നന്മയുടെ പിന്നെ എന്താണ് പറയാ, നിങ്ങളുടെ ടൈറ്റിൽ എന്തായിരുന്നു ഷിയാബ്? എന്നോട് മറന്നു. ഇൻഫ്രാസ്ട്രക്ചർ ആ ആളുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതുവരെ പുറത്ത് ആർക്കും കൊടുത്തിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ
പേരൻസിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. അത് ആണ് ഇപ്പൊ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ വേറെ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ എന്തായാലും നന്മ ഈസ് നോട്ട് യൂസിങ് ഇറ്റ് ഫോർ ഷുവർ. ഓക്കെ. പിന്നെ ഉണ്ടാകുന്ന ഒരു കേസ് എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എൻ്റെ അനുഭവം എന്ന് പറയാം. നമ്മൾ ഈ റിസോഴ്സസ് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഒരു പക്ഷേ ഈ പഠിപ്പിക്കുന്ന റിസോഴ്സസ് അവർ സ്വന്തമായിട്ട് ബിസിനസ്സോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പിന്നെ സ്ഥാപനമൊക്കെ തുടങ്ങുമ്പോൾ ഉള്ള എല്ലാ നമ്പറും അവരുടെ അടുത്തുള്ള കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയക്കുന്നുണ്ടാവും. സോ ഇമ്മീഡിയറ്റ്ലി യു പോയിന്റ് ഔട്ട് ടു അസ്, ഐ ഗോട്ട് എ മെസ്സേജ് ഫ്രം ദിസ് നമ്പർ. നമ്മൾ അവരെ വിളിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയും. ഓക്കെ. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓണസ്റ്റ്ലി പറഞ്ഞത്, ഒരു ഓർഗനൈസേഷൻ ലെവലിൽ വി കൺട്രോൾ ഇറ്റ്, വി നെവർ പ്രൊമോട്ട് ഇറ്റ്. നമ്മളത് ഡാറ്റ കൊടുക്കുന്നില്ല ഒരാൾക്കും. പിന്നെ അവർക്ക് ഇതിങ്ങനെ ഒരു സംഭവിക്കാൻ ചാൻസ് ഉള്ളതെന്ന് വെച്ചാൽ ഈ റിസോഴ്സസ് വരുന്ന ആളുകളെ നമുക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഒരു നമ്പർ കിട്ടിയാൽ ഇമെയിൽ നമ്മൾ കൊടുക്കുന്നില്ല ഫോർ ഷുവർ. നോ ഇമെയിൽ, നത്തിങ്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ്, അത് നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. വാട്ട് വുഡ് ബി ദ നേച്ചർ ഓഫ് ദ ക്യാമ്പ് സെഷൻ ടോപ്പിക്സ്, അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ദാറ്റ് വാസ് ക്ലിയർ. ഇനി ആ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് വീണ്ടും അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യാം. ട്രൈ ടു കീപ് ടീനേജേഴ്സ് ക്ലാസ്സസ് സെപ്പറേറ്റ്, അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏജ് വൈസ് ആണ് ക്ലാസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഐ ഷുഡ് ഐ മേക്ക് ദ പേയ്മെന്റ്, അത് നമ്മൾ ഒരു പേയ്മെന്റിന്റെ കാര്യം നിങ്ങൾ പിന്നെ US-ലുള്ളവരാണെങ്കിൽ സെല്ലോ ഉപയോഗിച്ചിട്ട് പിന്നെ പേ ചെയ്യുക. കാരണം പേപാൾ ഇസ് ചാർജിങ് 2.5%. സോ നമ്മുടെ പിന്നെ പേയ്മെന്റിന്റെ ID സെല്ലെ ID എന്ന് പറയുന്നത് donate.us@nanmaonline.org. നിങ്ങൾക്ക് നമ്മുടെ nanmaonline.org നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുണ്ട് രജിസ്റ്റർ ചെയ്ത എല്ലാ പാരന്റ്സിനും. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ്. ഓക്കെ, താങ്ക് യു സർ. പിന്നെ കാലിഗ്രഫി, ഇസ്ലാമിക് സ്റ്റോറീസ്, ആർട്ട്, പിന്നെ കുഡ് ഷെയർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ വാട്ട് വിൽ ബി കവേർഡ് ഇൻ ദിസ്. നാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഓൾ ക്ലാസ്സസ് ആർ ഗോയിങ് ടു ബി ഇൻക്ലൂഡഡ് ദിസ്. ഓക്കെ, പ്ലീസ് സെൻഡ് us the daily timetable schedule. ഓക്കെ, അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിലിട്ടും പിന്നെ ആ ഏജ് ഗ്രൂപ്പിന്റെ ഇല്ലെങ്കിൽ ആ എന്താ പറയാ ആ സെഗ്മെന്റിന്റെ ഷെഡ്യൂളും ആ ബാച്ചിന്റെ എല്ലാ ഷെഡ്യൂളും അതിൽ പറയുന്നുണ്ട്. Please do not use the contact info for ads or information. We are not doing it for sure. Okay. First of all, I want to make it again and again clear to you guys. Nanma as an organization or anybody involved in Nanma is not using this for any purpose. Some messages, emails ഒക്കെ വന്നത് we know it what എന്ത് സംഭവിച്ചു ഞങ്ങളോട് പറഞ്ഞു. റിസോഴ്സസിന്റെ കയ്യിൽ നമ്മളെ ഇതുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആദ്യത്തെ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മളുടെ പിന്നെ എന്താണ് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അവര് നമ്മൾ എഴുതിണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമ്മളത് 100% we made sure nothing shared with anybody. ഓക്കെ, ഫിറോസ് ഭായ് ഒരു റിവ്യൂ എന്റെ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. No, I think you covered everything. എന്തെങ്കിലും ഇനി വേറെ എന്തെങ്കിലും questions ആർക്കെങ്കിലും if they want to bring it up. Okay, please പിന്നെ unmute and if you want to ask something, please go ahead. ഞാനിതിൽ നമ്മളെ ആരൊക്കെ ഉള്ളതെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഇങ്ങനെ ജസ്റ്റ് വെയിറ്റിംഗ്. ഫൈമ സിസ്റ്ററെ 2 വാക്ക് പറയൂ. ഞാന് ഒന്നും പറയാനായിട്ട് പ്രിപ്പയർ ആയിട്ട് വന്നതൊന്നുമല്ല. എനിവേ ഐ തിങ്ക് കുഞ്ഞു ഹാസ് കവേർഡ് ഓൾമോസ്റ്റ് എവറിത്തിങ്. And inshallah, all of you must register your kids and also spread the word. And if you have any questions, please reach out to any one of us. We'll always be willing to help you. And let's hope this summer camp is a much greater success than the last year's camp. Inshallah. Assalamu alaikum. ഓക്കെ, വേറെ എന്താണ് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ വൈകിയാണ് കയറിയത്. അപ്പൊ ഈ പ്രസന്റേഷൻ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അതായത് പ്രസന്റേഷന് ഞാൻ ഷെയർ ചെയ്യാം. അതിലെ പിന്നെ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ പാരന്റ്സിന്റെ എല്ലാവരും ഒരു DL ഉണ്ട്, അതിൽ അയക്കാം. സ്ട്രക്ചർ അത് ഞാൻ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ബ്രീഫ് ചെയ്യാം. അതായത് പകുതി പിന്നെ നമ്മള് വാല്യൂസ് ആൻഡ് പിന്നെ ഇതാണ് ഇസ്ലാമിക് വാല്യൂസ് ആൻഡ് സ്റ്റഡീസ് ആണ് നമ്മൾ പകുതി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഡിഫറെന്റ് തീമാണ്. അതായത്
നമ്മൾ മദ്രസ പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാനല്ല, പകരം പിന്നെ സ്റ്റോറീസും അങ്ങനെ സംഗതി. പക്ഷെ ബട്ട് ദ തീം ഈസ് ടു give them values. Okay. The other side is completely different, like art, craft, പിന്നെ education, I mean technological side. അതിപ്പോ ചെറിയ coding class. പിന്നെ 1 minute, I would like to share this. Okay, I think this will give you a much better okay, 1 minute. ഓക്കെ, കാണാമല്ലോ അല്ലേ? അതെ അതെ. ഒന്ന് ഞാൻ ഓക്കെ. ഓക്കെ, നോക്കൂ, ഇതാണ് നമ്മുടെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഓക്കെ, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലെ മേജർ സാധനങ്ങളൊക്കെയാണ് ഇതിൽ. നമ്മൾ കുട്ടികൾക്കുള്ള പിന്നെ ലേണിംഗ് ത്രൂ ആർട്ട്, ബിൽഡിംഗ് ക്രിയേറ്റിവിറ്റി, ലേണിംഗ് ന്യൂ സ്കിൽസ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, സീറോ വേസ്റ്റ് മാനേജ്മെന്റ്, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സെഷനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസോഴ്സിനൊക്കെ മാറ്റിയിട്ട് പുതിയ റിസോഴ്സസിനെയും പുതിയ ഒരു തീമായി, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഉള്ള അതേ കുട്ടികൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ വി വാണ്ട് ദം ടു ഫീൽ ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. പിന്നെ ഒരു സാധനം നമ്മൾ ക്യൂസ് ആൻഡ് ഗെയിംസ് ആണ് ഇതിൽ കുറെ ടൈപ്പ്. അത് നമുക്കറിയാലോ, നമ്മൾ കുട്ടികളുടെ എന്താണ് ലീഡർഷിപ്പ് സ്കിൽസ് ഉണ്ടാക്കാനും, പിന്നെ അതുപോലെ തന്നെ ടു മേക്ക് ദം അവെയർ അബൌട്ട് ദ ഗുഡ് ബുക്സ്, ആ സെഗ്മെന്റിലുള്ള കുറച്ച് കാര്യങ്ങൾ, സയൻസ് ആൻഡ് ടെക്നോളജിയിലുള്ള കുറച്ച് കാര്യങ്ങൾ, അപ്പൊ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഒരു ഉദാഹരണം വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം, നിങ്ങൾക്കൊക്കെ എത്ര ആൾക്കാരില്ല, നമ്മൾ പിന്നെ സ്പെല്ലിംഗ് ബി ഒരു ഇത് നടത്തിയിരുന്നു, നമ്മുടെ ഇസ്ലാമിക് ഖുറാനിലെ വേർഡ്സിന്റെ. വി ഗോട്ട് എ വെരി ഗുഡ് പാർട്ടിസിപ്പേഷൻ ഫ്രം ദ കമ്മ്യൂണിറ്റി. എനിക്ക് തോന്നുന്നത് നമ്മൾ നടത്തിയ പ്രോഗ്രാമുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം. പക്ഷെ വലിയൊരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോയി എന്നുള്ളത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം പിന്നെ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, നന്നായിട്ട് പിന്നെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുകയും ചെയ്തായിരുന്നു. സോ വി ഫൗണ്ട് ദാറ്റ് ഈസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ ദ കിഡ്സ്. കാരണം അവർക്കൊരു ചെറിയ രീതിയിലുള്ള ഒരു എന്താ പറയാ, ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. അതിനോട് ആഡ് ചെയ്യുന്നത്, അതിൽ നിന്ന് ഇപ്പം നോർത്ത് അമേരിക്കൻ വിജയിച്ച കുട്ടികൾ ഗ്ലോബൽ തലത്തിൽ മത്സരിക്കുന്നുണ്ട്, നമ്മുടെ നന്മത്തെ കുട്ടികൾ. മാഷാഅല്ലാഹ്. ഓക്കെ ഓക്കെ, അൽഹംദുലില്ലാഹ്. അത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പിന്നെ ഇതായിരുന്നു അത്. ഇതാണ് നമ്മൾ ബഡ്ഡിംഗ് സയന്റിസ്റ്റ് പാക്ക്. ഇത് ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്സും സയൻസ് ബിഹൈൻഡ് ഡെയിലി ലൈഫ് ഒക്കറൻസും വെർച്വൽ ലാബും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് പിന്നെ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് ഈ മാതിരി സാധനങ്ങൾ നമ്മൾ കുറെ. പിന്നെ ജേർണലിസ്റ്റ് പാക്ക്, അതിൽ നമ്മൾ പിന്നെ ചെറിയ ആർട്ടിക്കിൾ റൈറ്റിംഗ്, അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ അത് നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ തന്നെയാണ് അതിന് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രസന്റേഷൻ സ്കിൽസ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ത്രൂ ഗെയിംസ്, ഇംപ്രൂവിംഗ് വൊക്കാബുലറി ആൻഡ് ത്രൂ ഗെയിംസ്, വ്ളോഗിങ്, ബ്ലോഗ് മേക്കിംഗ്, ആ സംഭവങ്ങളൊക്കെ കുട്ടികളെ, ഇതൊന്നും കുട്ടികളെ എന്താക്കുമല്ലോ, ഇതൊന്നും പഠിപ്പിക്കുക എന്നുള്ളതല്ലേ, ഇതൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. അന്ന് നിങ്ങളുടെ കുട്ടികൾ ആരെങ്കിലും, ഇഫ് ദേ ഷോ ഇൻട്രസ്റ്റ് ഇൻ ദിസ്, ഡെഫിനറ്റ്ലി വി ക്യാൻ ഹെൽപ്പ് യു ടു ഫൈൻഡ് എ ഗുഡ് റിസോഴ്സ് ടു നർച്ചർ ഹിം ഫർദർ. ഓക്കെ, കാരണം നമുക്കറിയാം ഇത്രയും ദിവസം നമുക്ക് ഒരു 7 ദിവസത്തിനുള്ളിൽ ഇതൊന്നും പഠിപ്പിക്കാനല്ല. പക്ഷെ കുട്ടികൾക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് കുട്ടികൾക്ക് ദിസ് ഈസ് വാട്ട് ഇറ്റ് ഈസ്, ഇങ്ങനെയാണ് അത് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ഹെൽപ്പ് ദം ടു മൂവ് ഫോർവേഡ്. ഇത് ഫോട്ടോഗ്രാഫി ആൻഡ് അഡ്വർടൈസ്മെന്റ്, ആ സെഗ്മെന്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറെ സാധനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇൻ കേസ് ഇഫ് എനിബഡി ഫീൽ ദാറ്റ് സംതിങ് ടു ബി ഇൻക്ലൂഡഡ്, അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് ട്രൈ ചെയ്യാം. വി ഡോണ്ട് വാണ്ട് ടു സേ നോ. നമ്മുടെ വെനസ്ഡേസ് നമ്മൾ കുറെ എൻഡ് ഓഫ് ദ എന്താണ് പ്രോഗ്രാമിൽ കുറച്ച് വെനസ്ഡേസ് നമ്മൾ ഫ്രീ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും കമ്മ്യൂണിറ്റിന്ന് ആർക്കെങ്കിലും തോന്നുകയാണ്, സോ ദിസ് ഈസ് സംതിങ് വി നീഡ് മോർ ആൻഡ് മോർ, ഇൻഷാല്ലാ വി ക്യാൻ ഇൻകോർപ്പറേറ്റ് ദാറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. വേറെന്താണ്, ചോദിച്ചോളൂ. വെൽക്കം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇൻസ്ട്രക്ടേഴ്സ് കഴിഞ്ഞ കൊല്ലത്തെ അതേ ഇൻസ്ട്രക്ടേഴ്സ് തന്നെ ഇരിക്കുമല്ലോ? അല്ല, ഇൻസ്ട്രക്ടേഴ്സ് മാറിയിട്ടുണ്ട്. ഞാൻ അത് നേരത്തെ സ്ലൈഡിൽ ഞാൻ കാണിച്ചിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻസ്ട്രക്ടേഴ്സിന്
ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആ സൈഡ് കംപ്ലീറ്റ് മാറിയിട്ട്, കംപ്ലീറ്റ് എന്ന് വെച്ചാൽ എല്ലാവരും 100% അല്ല, മോസ്റ്റ് ഓഫ് ദം ആർ റീപ്ലേസ്ഡ്. പിന്നെ ഇസ്ലാമിക് സ്റ്റഡീസിൽ ഒരു പക്ഷേ വാല്യൂ സൈഡിൽ അവർ മിക്കവാറും അവരുണ്ടാവാൻ ചാൻസ്. റിപ്പീറ്റേഷൻ ഇസ്ലാമിക് സ്റ്റഡീസ് ആ വാല്യൂസ് അതിൽ ചിലപ്പോൾ റിപ്പീറ്റേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇഫ് യു ഗൈസ് ഫീൽ ദാറ്റ്സ് ഗോയിങ് ടു ബി എ പ്രോബ്ലം, നമുക്ക് എപ്പോഴും എന്താണ് പുതിയ റിസോഴ്സസിനെ ചോദിച്ചു നോക്കാം ഇൻഷാല്ലാ. പക്ഷേ ഇത് അപ്പുറത്തെ സൈഡ് എന്തായാലും എന്താണ് പുതിയ റിസോഴ്സസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. തേഴ്സി പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, whom should we contact if no email received even after registration? നമ്മൾ രജിസ്റ്റർ ചെയ്ത എല്ലാ പാരന്റ്സിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ഇമെയിൽ സ്പാമിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, ചിലപ്പം സ്പാമിലൊക്കെ പോയിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാനൊരു ഇമെയിൽ അഡ്രസ് ഇതിൽ ഷെയർ ചെയ്യാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് അയച്ചുതരാം ഇൻഷാല്ലാ. അല്ല, ഇൻ കേസ് ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, നിങ്ങൾക്ക് എപ്പോഴും നന്മയിലുള്ള ആരോടും എന്താവശ്യം ഉണ്ടെങ്കിലും you just tag me or Shihab or anybody and put in any of the general groups. നമ്മളെല്ലാവരും നോക്കുന്നുണ്ട്, ഫൈമസ് സിസ്റ്റർ ഉണ്ട്. അപ്പൊ അതൊരു റെലവെന്റ് സാധനമാണെങ്കിൽ നമ്മുടെ ആരെങ്കിലും കണ്ടാൽ ഇമ്മീഡിയറ്റ്ലി ദേ വിൽ ബി ആൻസറിങ്. ഞാൻ ആൻസർ ചെയ്തിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആരെങ്കിലും കണ്ടിട്ട് എന്നെ വിളിക്കും, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ആൻസർ ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കണം. പിന്നെ എനിവേ യുനോ ഞാൻ എൻ്റെ നമ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട്. യു ക്യാൻ ടാഗ് മീ ഓർ ഷിഹാബ് ഓർ പിന്നെ നമ്മുടെ വളണ്ടിയേഴ്സ്. ഇപ്പോൾ എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പ് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അത് ദാറ്റ്സ് ഓൺലി വേ വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് നൗ ഡേയ്സ്, ആ ബാച്ചിന് വേണ്ടി മാത്രം. ഇൻഷാല്ലാ. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? We are good to conclude. Okay, conclude inshallah. സിസ്റ്റേഴ്സ് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് വി ആർ ഗുഡ്. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും പേയ്മെന്റ് ഒന്ന് പരസ്പരം, നിങ്ങളിപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സും പിന്നെ നിങ്ങളൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പുഷ് ചെയ്തിട്ട് നമ്മുടെ പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് ഒന്ന് എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് the things. Inshallah, I think we covered pretty much everything. വേറൊന്നുമില്ലല്ലോ അല്ലേ? കൺക്ലൂഡ് ചെയ്യട്ടെ. ഹലോ കുഞ്ഞുബായ്, അസ്സലാമു അലൈക്കും. ഒരു ക്വസ്റ്റ്യൻ, ഈ ജൂൺ 28 വെച്ചേക്കുന്ന സ്കൂൾ അടയ്ക്കും അപ്പൊ എല്ലായിടത്തും? കാരണം ഇവിടെ ഒന്നും സ്കൂൾ അടയ്ക്കില്ല, അപ്പൊ അതുകൊണ്ട് ചോദിച്ചാണ്. സ്കൂള് ജൂലൈ അതായത് ജൂൺ 30 വരെ ഉണ്ട് ക്ലാസ്സുകൾ പിള്ളേർക്ക്. നമ്മൾ ജൂൺ 28 ഷേപ്പ് അങ്ങനെയല്ല നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലായിടത്തും ക്ലാസ് കഴിയുന്നുള്ള ഒരു ധാരണയിലാണ് നമ്മൾ ചെയ്തത്. റഷീദ്, ജൂൺ 28 വെച്ചത് മെയിൻലി US സ്കൂൾസ് ഒക്കെ എല്ലായിടത്തും ക്ലോസ് ആണ്. ഏകദേശം എല്ലായിടത്തും ഇപ്പൊ കഴിഞ്ഞു. വെസ്റ്റ് കോസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഈസ്റ്റ് കോസ്റ്റും ഏകദേശം ഒക്കെ കഴിഞ്ഞ ആഴ്ച തന്നെ തീർന്നു. വൺ ഓഫ് ദി ലാസ്റ്റ് ക്ലോസിംഗ് ഇസ് 25th ആ വീക്ക്. അതുകൊണ്ടാണ് 28ന് സ്റ്റാർട്ട് ചെയ്യാൻ വെച്ചത്. ഇൻഷാല്ലാ. ഓക്കെ, ഇൻഷാല്ലാ. അത് ഇപ്പൊ ഒരു 2 ദിവസത്തെ കേസല്ലേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ റെക്കോർഡിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ മേജർ കേസിന്റെ കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് ഡിലേ ചെയ്യാമല്ലോ. ഒരാളോ മറ്റാണെങ്കിൽ നമുക്ക് ഇൻഷാല്ലാ ഒരു 2 ദിവസത്തെ കേസല്ലേ? ഇല്ല, ഡിലേ ചെയ്യാനല്ല, അല്ല അതുകൊണ്ട് ചോദിച്ചാണ്. പിള്ളേർക്ക് നമ്മൾ ഗ്രാജുവേഷൻ ഒക്കെ ആയിരിക്കും ഈ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 days ഒക്കെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ പിള്ളേർക്ക് മിസ് ആവണ്ടാതെ. ക്ലാസ് കണ്ടിന്യൂ ചെയ്താൽ ദാറ്റ്സ് ഓക്കെ. അത് ഒരു പെർട്ടിക്കുലർ ബാച്ചിലുള്ള കുട്ടികൾ ഏതെങ്കിലും 1-2 കുട്ടികൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനോ ആ ബാച്ചിൽ റിസോഴ്സിനോട് പറഞ്ഞാൽ നമുക്ക് ക്ലാസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ഒരു കുഴപ്പമുണ്ടാവും തോന്നുന്നു. അതേ ലോജിസ്റ്റിക്സ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റീസണബിൾ സംഗതികൾ നമുക്കറിയാലോ, നമ്മൾ എല്ലാവരും അതിന്റെ ഒരു ഇതിൽ. ഇൻഷാല്ലാ. റഷീദ് ഒന്ന് കൺക്ലൂഡ് ചെയ്യോ? അസ്സലാമു അലൈക്കും. ഞാൻ ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. കൺക്ലൂഡ് വെച്ചാൽ കുഞ്ഞുമായി പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ എല്ലാവരും കുറെ അധികം എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിനെ ഈ ഒരു രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സോ വൺ പ്രൈമറി തിങ്, ഈ പേയ്മെന്റിന്റെ ഇത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമുക്ക് പിന്നെ പ്രൊസീഡ് ചെയ്യാം. കുറെ വേണ്ടതൊക്കെ ഇൻ ബിറ്റ്വീൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊരു ഫാക്ടറാണ്. ബാക്കി ഇൻഷാല്ലാ കഴിഞ്ഞ വർഷത്തെ ഗ്രാൻഡ് സക്സസിനെ ഇപ്രാവശ്യം അതിനേക്കാളും ബെറ്റർ ആക്കണം വെച്ചാൽ. അപ്പൊ ഇൻഷാല്ലാ മേ അള്ളാഹ് ഹെൽപ്പ് us do that, help us get this to the next level. കുട്ടികൾക്ക് ഇതിനെ കൊണ്ട് നല്ല ഗുണം ഉണ്ടാവട്ടെ. അവരെ ദീനിയായും വളരാനും ദുനിയാവി വളരാനും എല്ലാ വിധത്തിലും വളരാനുള്ള
ഒരു മീൻ നമുക്ക് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതിന്റെ പ്രതിഫലം കൂടി കിട്ടട്ടെ ഇൻഷാല്ല. So at the same time, I want to thank each and everyone who've come here, attended this session, and please spread the word. Please spread what has been happening, and inshallah, let's move forward.